ഓരോ തലത്തിലും LDFും UDFും നേടിയ വാർഡുകളുടെ ഡിവിഷനുകളുടെയൊക്കെ എണ്ണം നോക്കുമ്പോൾ എല്ലായിടത്തും ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഇവിടങ്ങളിലെല്ലാം മുൻപിൽ നിൽക്കുന്നത് UDF. അതുപോലെ കടുത്ത തകർച്ചയാണ് CPM ഉണ്ടായത്. അതാ പറഞ്ഞത്, ആ പരാജയത്തിന്റെ കാരണം ആ പാർട്ടി തന്നെ. CPM ആശയപരമായും രാഷ്ട്രീയമായും ഉണ്ടായ തകർച്ച അത് ആ പാർട്ടിയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തതാണ്. പാർട്ടി നേരത്തെയും തോറ്റിട്ടുണ്ട്. അസംബ്ലി, പാർലമെന്റ്, എന്തിന് 2010 തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ്, അവിടെയൊക്കെ പാർട്ടിക്ക് തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ട്. അതിന് കാരണങ്ങൾ വേറെയാ, ഇന്നത്തെ കാരണമല്ല. ഈ പാർട്ടി എന്ന് പറയുന്നത് P. കൃഷ്ണപിള്ള, EMS, AKG മുതലായ മഹാരഥന്മാർ നേതൃത്വം കൊടുത്തൊരു പാർട്ടിയാണ്. അത് മാത്രമല്ല, ഈ നേതാക്കളൊക്കെ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, വ്യക്തിപരമായ ഭിന്നതകള്, വിഭാഗീയതയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓരോ കാലത്തും ആദ്യഘട്ടങ്ങളിലെ EMSും P. കൃഷ്ണപിള്ളയും ഒന്നിച്ചു നിന്നു. മറുഭാഗത്ത് ഏറ്റവും വലിയ ജനകീയ നേതാവായിരുന്ന AKG ആയിരുന്നു. ഒരു സന്ദർഭത്തിൽ P. കൃഷ്ണപിള്ളയോടും EMSനോടും ഒക്കെ മത്സരിച്ച് AKG മദിരാശിയിലേക്ക് ഒരു പട്ടിണി ജാഥ നടത്തി. സമാന്തര പട്ടിണി ജാഥ. മദിരാശി എന്ന് പറയുമ്പോൾ മലബാറിൽ നിന്നാണ് ഈ ജാഥ പുറപ്പെട്ടത്. അന്ന് മദിരാശി പ്രവിശ്യയുടെ ഭാഗമാണ് മലബാർ. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ചെന്നൈ എന്ന് വിളിക്കുന്ന, മദ്രാസ് എന്ന് വിളിച്ചിരുന്ന മദിരാശിയിലേക്ക് ജാഥ നടത്തിയത്. സമാന്തരമായിരുന്നു. പക്ഷെ അവരൊരിക്കലും അവരുടെ പാർട്ടിയെ സ്വന്തം സ്വത്താക്കി മാറ്റിയിട്ടില്ല.